ചെറുതായിട്ട് ഒരു ചാക്കും ചാട്ടം ഇല്ലെങ്കിൽ അതൊരു ഓണത്തിന്റെ ഫ്ലേവറിലേക്ക് വരും. എത്രയൊക്കെ കായ വറുത്തതും ഉപ്പേരിയും ശർക്കര ഉരുട്ടിയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാല് ശരിയല്ലേ? ഓക്കെ, അവസരം മുതലാക്കിയില്ലേ? ഹാപ്പി അല്ലേ? അങ്ങനെ തങ്കച്ചന്റെ ആഗ്രഹം സഫലമായിരിക്കുകയാണ്. കുറുക്കഞ്ചേരിയെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് വല്ലപ്പോഴും വരുമ്പോ എന്തെങ്കിലും ഒന്ന് മിണ്ടു പ്ലീസ്. ഒരു കുറുക്കഞ്ചേരി വാ അടക്കത്തുമില്ല, ഒരു കുറുക്കഞ്ചേരി വാ തുറക്കത്തുമില്ല. എന്റെ ഭാര്യ എന്നെ വാവയെന്ന് വിളിക്കുന്നുണ്ട്. ഭാര്യ എല്ലാവർക്കും വാവയെ അല്ലല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞതാ ഈ പ്രശ്നം. ഇവരുടെയൊക്കെ അയലോക്കത്ത് ചെന്ന് തിരക്കട്ടെ എന്തൊക്കെയാ വിളിക്കുന്നത്. ഈ ഓഡിയൻസ് ജിത്തുവിന്റെ വീടിനടുത്തുള്ളവരല്ല. ചിരിക്കുന്നില്ല, കൈയടിക്കുന്നില്ല. അടി നല്ലൊരു കൈയടി. അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല, ഉള്ള കോമഡി പറയണ്ടേ. അപ്പൊ നമ്മൾ എല്ലാവരും പോകുന്നു, അസീസ് അവരെ രസിപ്പിക്കുന്നു. സദ്യ നാളെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബിനീഷിന്റെ ഒരു പാട്ടായാൽ കുഴപ്പമില്ല. അയ്യോ, അഥവാ ഈ കറി വളിച്ചാലും ഉണ്ടല്ലോ, ഇവന്റെ വളിച്ച പാട്ടില് മറ്റേ കറിയുടെ വളിപ്പാൻ അതുകൊണ്ടാ മിതമായ രീതിയിൽ കഴിക്കും. ശരിക്കുള്ള ചേച്ചി എങ്ങനെയാ? ഭയങ്കര റിസർവ്ഡ് ആണോ? അല്ല അല്ല, റിസർവ്ഡ് അല്ല, പക്ഷേ ഞാൻ ബുക്ക് ചെയ്യും. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുക, ഒരൊറ്റ മനുഷ്യൻ എന്റെ അടുത്തുണ്ടോ നോക്കി. ഇല്ല ഇല്ല, അങ്ങനെ വരില്ല. പഴത്തിന്റെ അടുത്ത് മറ്റൊരു പഴം നിൽക്കും. കേക്കണം പാവക്കുട്ടി. അത്ര ഉണ്ട് മോൻ. അതിന്റെ മുമ്പിൽ അവൻ വിളിക്കണം പാവക്കുട്ടി. ആ ചെറുക്കാണ് പല്ല് ഞെറുക്കി ഞെറുക്കി അവൻ വെപ്പോല് വെച്ച് നടക്കുക. അല്ല, നിങ്ങളെ ശരിക്കുള്ള വൈഫ് വിളിക്കുന്ന ഇക്കച്ചി. ഇക്കച്ചി. മക്കൾ വിളിക്കുന്ന അപ്പച്ചി. എന്നെ ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. മക്കളെ കല്യാണത്തിന് കുറച്ച് മുടിയൊക്കെ നരപ്പിച്ച് നിന്നോളേ. ഇങ്ങനെ നിക്കരുത്. ആരാ മണവാട്ടി മകന് കല്യാണ പ്രായമായി. പപ്പടം പൊടിച്ചാര് അവൻ പറഞ്ഞു ഇനിയും പപ്പടം വരാനുണ്ട്, ഇതിനകത്ത് തലവില്ലാന്ന് പറഞ്ഞൊരു ഒറ്റ അമ്മക്ക്. അതും പോരാന്നിട്ട് അവൻ എന്നോട് ചോദ്യം ചോദിച്ചു, ചേട്ടാ ഈ പപ്പടം ഉണ്ടാക്കണ മാവ് വെച്ചിട്ടാണോ നെറ്റിപ്പട്ടം ഉണ്ടാക്കണേന്ന്? ഈ നെറ്റിപ്പട്ടത്തിൽ അതേ കൊമള തന്നെ പപ്പടത്തിലും ഉണ്ടല്ലോ. തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ പശുവിനെ കൊണ്ടുവരും. എന്തോ അടിമാലി ഇങ്ങനെയാണ്, വരുന്ന ഗസ്റ്റിന് പാട്ടും പാടും, അവരിത് അടിയും കിട്ടും. ഇത് വേറെയും പറയാനുണ്ട്. ഷിയാസിനും ബിനേഷിനോടുമാണ് പറയാനുള്ളത്. സാമ്പാർ വെക്കണേന്റെ അടുത്ത് പോയി നിക്കരുത്, കിഴങ്ങ് കുറവാ. കട്ടി കണ്ടിച്ച് അതിനകത്ത് ഞാൻ പറഞ്ഞില്ല, കേട്ടില്ല എന്ന് വേണ്ട. എല്ലാരും കണ്ടോ? എന്തോരം പ്രായമുണ്ട് നിങ്ങൾക്ക്. 2 പിള്ളേരില്ല നിങ്ങൾക്ക്. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ നിൽക്കുവോ? ഈ മോഹിനി കരയുമ്പോ ജോമോളൊരു ഡയലോഗ് പറയുന്നുണ്ട്, ആ പാവത്തിന് മിണ്ടാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ്. നമ്മള് പഞ്ചാബി ദോശ മെമ്മറി അക്കൗണ്ട് നോക്കി തള്ളടാ, നോക്കി തള്ള. ഞാൻ